ബെലാറൂസിലെ മിഷണറി ഒബ്ലേറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സഭയിലെ വൈദികനും പോളണ്ട് സ്വദേശിയുമായ ഫാദർ ആൻഡ്രിഡ്ജ് ജുച്ചിനീവിച്ചിനെ 13 വർഷം രാഷ്ട്രീയ കുറ്റങ്ങൾ ചുമത്തി അന്യായമായ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. ബെലാറൂസ് സഭയിലെ മേജർ സുപ്പീരിയർമാർ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും അപ്പസ്തോലിക് സൊസൈറ്റികളുടെയും പ്രതിനിധികൾ എന്നിവർ അടങ്ങുന്ന കൂട്ടായ്മയുടെ ചെയർമാനായിരുന്നു ഫാദർ ആൻഡ്രിഡ്ജ് ജുച്ചിനീവിച്ച്. നേരത്തെ ബെലാറൂസിലെ വലോസിനിൽ നിന്നുള്ള വയോധികനായ ഇടവക റെക്ടർ ഫാദർ ഹെൻറിക് അഗലാറ്റോവിച്ചിന് 11 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഫാദർ ആൻഡ്രിഡ്ജ് ജുച്ചിനീവിച്ചിനെയും ഫാദർ ഹെൻറിക് അഗലാറ്റോവിച്ചിനെയും ബെലാറൂസിലെ 1186 രാഷ്ട്രീയ തടവുകാരുടെ പട്ടികയിലാണ് മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസ് ബെലാറസിലെ ക്രൈസ്തവ വിശ്വാസികളുടെ ജീവിതത്തിൽ ഭയാനകമായ സ്വാധീനം ചെലുത്തുമെന്നും അസത്യമായ ആരോപണങ്ങളിലൂടെ കത്തോലിക്ക വൈദികരെയും സന്യസ്തരെയും എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാനോ വിസ റദ്ദാക്കാനോ സാധ്യതയുണ്ടെന്ന ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നും ഫാദർ ആൻഡ്രിഡ്ജ് ഉൾപ്പെടുന്ന മിഷണറീസ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റിന്റെ വക്താവ് ഫാദർ മാർസിൻ വർസോസ് പറഞ്ഞു. സെമിനാരി പഠനം മുതൽ ഈ വൈദികനെ തനിക്കറിയാമെന്നും അദ്ദേഹത്തിൻ്റെ ദുരവസ്ഥയിൽ ആശങ്കയിലാണെന്നും ഫാദർ വർസോസ് പറഞ്ഞു. ഏപ്രിൽ 30-ന് ബിറ്റബ്സ്കിലെ റീജിയണൽ കോടതിയിൽ വധശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകിയിട്ടുണ്ട്. നീണ്ട വിചാരണയ്ക്ക് ശേഷം ഫാദർ ജുച്ചിനീവിച്ചിനെ ജയിലിലടച്ച വിവരം ബെലാറസിൽ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നില്ല. 1 വർഷം മുൻപ് അദ്ദേഹത്തെ ആദ്യമായി കസ്റ്റഡിയിലെടുത്ത ഷുമിലിനയിലെ ഫാത്തിമ മാതാവിൻ്റെ ഇടവകയിലെ അംഗങ്ങളെ ഈ വിവരം അനൗദ്യോഗികമായി അറിയിക്കുകയായിരുന്നു. ബെലാറഷ്യൻ ഉക്രൈൻ പതാകകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതായിരുന്നു ഫാദർ ആൻഡ്രേജിനെതിരെ ആദ്യം ചുമത്തിയിരുന്ന കുറ്റം. പിന്നീട് ക്രിമിനൽ കുറ്റങ്ങളായി ഇവ മാറ്റുകയായിരുന്നുവെന്ന് സന്യാസ സഭയുടെ പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം ഫാദർ അഗലാറ്റോവിച്ചിനെതിരായ രാജ്യദ്രോഹ ശിക്ഷയ്ക്കെതിരായ അപ്പീൽ സുപ്രീം കോടതി തള്ളിയതിനെ തുടർന്ന് 11 വർഷത്തെ തടവ് ശിക്ഷ ആരംഭിച്ചു. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ രഹസ്യമായി നിയമിതനായ ഈ വൈദികൻ ബെലാറസിലെ അടിച്ചമർത്തപ്പെട്ട കത്തോലിക്ക സഭയെ പുനർജീവിപ്പിച്ചതിന് പരക്കെ പ്രശംസിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് വിചാരണ സമയത്ത് തടങ്കലിൽ വെച്ച് ഹൃദയാഘാതം സംഭവിക്കുകയും ഗ്യാസ്ട്രിക് ക്യാൻസർ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയും ചെയ്തുവെന്ന് മനുഷ്യാവകാശ സംഘടനയായ വിയാസ്ന റിപ്പോർട്ട് ചെയ്തു. പ്രാർത്ഥിക്കാനോ കുർബാന അർപ്പിക്കാനോ ഉള്ള അവസരങ്ങൾ ഈ വൈദികന് നിഷേധിക്കുകയായിരുന്നു. ബെലാറസിലെ 9.4 ദശലക്ഷം നിവാസികളിൽ ഏകദേശം 10% കത്തോലിക്കരാണ്. 2020 ഓഗസ്റ്റ് മുതൽ ഡസൻ കണക്കിന് കത്തോലിക്ക, ഓർത്തഡോക്സ്, പ്രൊട്ടസ്റ്റന്റ് പുരോഹിതന്മാർ ഇവിടെ തടവിലായിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.